ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഏകദൈവ വിശ്വാസിയായ മോശയെക്കുറിച്ചാണല്ലോ. മോശയെക്കുറിച്ച് നമ്മൾ പ്രധാനമായും ചിന്തിച്ചു കൊണ്ടിരുന്നത് ഫറവോനിലായിരുന്നല്ലോ. ഫറവോൻ എന്ന കഠിനനായ രാജാവിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ തല താഴ്ത്തപ്പെട്ടു. ജനത്തെ അയക്കാമെന്ന അല്ലെങ്കിൽ ആരാധനയ്ക്ക് അയക്കാമെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അയാളുടെ തല താന്നു അല്ലെ. ഉപേദ്യാവിന്റെ പുസ്തകം 1-4 നമ്മൾ വായിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്നും ഞാൻ നിന്നെ ഇറക്കുമെന്ന യഹോവയുടെ അരുളപ്പാടെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് മുകളിൽ ആര് പറക്കുവാൻ ശ്രമിച്ചാലും അവനെ താഴെയിടും എന്നുള്ള കാര്യം വളരെ ചിന്തിക്കേണ്ട ഒരു വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഫറവോയ്ക്ക് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ നമ്മളിവിടെ വായിക്കുമ്പോൾ അതിൻ്റെ ജനത്തെ വിട്ടു കൊടുക്കാം എന്നുള്ള കാര്യം അവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വായിച്ചു. അതിന് പ്രധാനമായ കാരണം എന്താണ്? തവളയെ ഇറക്കി വിടുന്നതായിട്ട് നമ്മൾ കണ്ടു. അതാണ് തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും നിന്റെ ഭൃത്യന്മാരെയും ജനത്തെയും വിട്ടുമാറി നദിയിൽ മാത്രം ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി ഫറവോന്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു. ഗ്രഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലും ഉള്ള തവള ചത്തുപോയി എന്ന് അവിടെ കാണുന്നു. അവർ അതിനെ കൂമ്പാരമായി കൂട്ടി ദേശം നാറുകയും ചെയ്തു. എന്നാൽ സ്വൈര്യം വന്നു എന്ന് ഫറവോൻ കണ്ടാറെ യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ അവൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ ശ്രദ്ധിച്ചതുമല്ല. അപ്പൊ വീണ്ടും ഫറവോയുടെ ഹൃദയം മാറുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കഠിനമായി തീരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ യഹോവ മോശയോട് നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്കുക എന്ന് അഹരോനോട് പറയുക. അത് മിസ്രയീം ദേശത്ത് എല്ലായിടവും പേൻ ആയിത്തീരുമെന്ന് കൽപ്പിച്ചു. അപ്പൊ ദൈവം തന്റെ പ്രവൃത്തികൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഫറവോയുടെ ആ ഒരു കഠിന ഹൃദയം വീണ്ടും വന്നപ്പോഴേക്കും ദൈവം തന്റെ പദ്ധതികൾ വീണ്ടും ആരംഭിക്കുകയാണ്. പേൻ എല്ലായിടവും പേനായി തീരുക എന്ന് കൽപ്പിച്ചു. അപ്പം അതായത് ഈ പേന് എന്ന വാക്കിന്റെ അർത്ഥം ഇബ്രായ ഭാഷയിൽ കൊതുക് പോലെയുള്ള എന്തെങ്കിലും ആകാം. അതായത് മിസ്രൈമ്യർ നൈൽ നദിയെ ആരാധിച്ചിരുന്ന പോലെ അവരുടെ ദേശത്തെയും ആരാധിച്ചിരുന്നു. ഇപ്പോൾ ദേശത്തു നിന്ന് തന്നെ അവർക്ക് ബാധ ഉണ്ടാവുകയാണ്. പൊടിയിൽ നിന്നും ജീവനുള്ളതിനെ ഉണ്ടാക്കുക വഴി ഭൂമിയുടെ മേലുള്ള തൻ്റെ അധികാരത്തെ ദൈവം എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ അവർ അങ്ങനെ ചെയ്തു. അഹരോൻ വടിയോടുകൂടെ കൈനീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു. അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പേനായി തീർന്നു. അങ്ങനെ മിസ്രയീം ദേശത്തെങ്ങും നിലത്തിലെ പൊടിയെല്ലാം പേനായി തീർന്നു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ അതുപോലെ ചെയ്തു. അപ്പൊ പേൻ ഉളവാക്കുവാനായിട്ട് ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. മന്ത്രവാദികൾക്ക് ഒന്നും തന്നെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. ദൈവം മോശയിലൂടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് അവർക്ക് മനസ്സിലായി തുടങ്ങി. ഇത് പ്രധാനപ്പെട്ട ഒരു ഏറ്റുപറച്ചിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ ഫറവോൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
അവർ അങ്ങനെ ചെയ്തു. അഹരോൻ വടിയോടുകൂടെ കൈനീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു. അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പേനായി തീർന്നു. മിസ്രയീം ദേശത്തെങ്ങും നിലത്തിലെ പൊടിയെല്ലാം പേനായി തീർന്നു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ എന്ത് ചെയ്തു? പേന ഉളവാക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞ് എന്നാൽ യഹോവ അരുളി ചെയ്യുന്നത് പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പൊ ഓരോ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം തന്നെ തലയൊന്ന് കുനിഞ്ഞു, എന്താണ് തന്നെ ജനത്തെ വിട്ടു തരാമെന്നൊക്കെ സമ്മതിച്ചു, ഇപ്പൊ ഒന്ന് പേടിച്ചു. എങ്കിലും പിന്നീട് കാണാൻ കഴിയുന്ന എന്താണ്? ഫറവോയുടെ ഹൃദയം കഠിനമാക്കപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പൊ എന്താണ്? എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക, നീ എന്റെ ജനത്തെ വിട്ടയക്കുകയില്ല എങ്കിൽ ഞാൻ നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിൽ മേലും നിന്റെ ഗ്രഹങ്ങളിലും നായീച്ചയെ അയക്കും. അപ്പോൾ വീണ്ടും ദൈവം തന്റെ പദ്ധതികളുടെ പ്ലാനുകൾ കൂട്ടുകയാണ്. നീ എന്റെ ജനത്തെ വിട്ടയക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ ഗ്രഹങ്ങളിന്മേലും എന്ത് ചെയ്യും? നായീച്ച അയക്കും എന്ന് പറയുന്നു. മിസ്രയീമ്യരുടെ വീടുകളും അവർ പാർക്കുന്ന ദേശവും നായീച്ച കൊണ്ട് നിറയും. അപ്പൊ എന്താണ്? ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിനാ ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എന്റെ ജനം പാർക്കുന്ന ഗോശേൻ ദേശത്ത് അന്ന് ഞാൻ നായീച്ച വരാതെ വേർതിരിക്കും. അപ്പൊ എന്താണ്? ദൈവം തന്റെ ശക്തി തെളിയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തങ്ങളുടെ ദൈവം ഇസ്രായേലിന്റെ ദൈവമാണെന്നും അവരോട് കൂടെ ഇരിക്കുന്നവനാണെന്നുള്ളതിന്റെ തെളിവുകൾ എന്താണ്? വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ദൈവം എന്താണ്? ദൈവം തന്നെ അത് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരും അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരും തമ്മിൽ വ്യത്യാസം എപ്പോഴും ദൈവം എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. എന്നാൽ ഈജിപ്തിൽ അവരെ തമ്മിൽ ദൈവം എന്ത് ചെയ്തു? വേർതിരിച്ച രീതിയിൽ തന്നെ ആകണമെന്നല്ല. അപ്പൊ എന്താണ്? ഇവിടെ ദൈവം ഒരു സൈഡിൽ തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നു, അതുപോലെ തന്നെ ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നു. മന്ത്രവാദികൾക്കൊക്കെ പേടിയായിട്ടും ഫറവോന് യാതൊരുവിധ ശ്രദ്ധയുമില്ല. ഫറവോൻ ഇതിനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യമെന്ന് പറയുന്നത്. ചില ഭരണാധികാരികളും അങ്ങനെ തന്നെയാണ്. ഒരു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയില്ല, അല്ലെ? എത്ര പ്രശ്നങ്ങൾ വന്നെന്ന് പറഞ്ഞാലും പ്രതികൂലങ്ങൾ വന്നെന്ന് പറഞ്ഞാലും അവർ ശ്രദ്ധിക്കത്തില്ല. കാരണം താഴെയുള്ളവർക്കാണ് എന്നും വിഷമവും പ്രയാസങ്ങളും വന്നാലും ആ ഭരണാധികാരികൾ എന്ത് ചെയ്യത്തില്ല? ശ്രദ്ധിക്കത്തില്ല. ഒരു എന്താണ് പറയാ, അവർ ഒറ്റയ്ക്ക് ഭരിക്കുമെന്ന് തീരുമാനിച്ചാൽ അവരെന്ത് ചെയ്യത്തില്ല? അതിൽ നിന്ന് മാറുകയില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നില്ല? ദൈവിക വചനങ്ങളെ അനുസരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നത്? അവർക്ക് സ്വയമായ രീതിയിൽ അവരുടെ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെ? അത് തന്നെയാണ് ഫറവോയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ മന്ത്രവാദികൾക്ക് വരെ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള കാര്യമാണ്. മന്ത്രവാദികൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ തന്നെ മനസ്സിലാക്കി അവരും പരാജയപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലാകുന്ന നിമിഷങ്ങളിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നിട്ടും ഫറവോന്റെ ഹൃദയം എന്ത് ചെയ്യുന്നില്ല? കുലുങ്ങുന്നില്ല, അല്ലെങ്കിൽ ഫറവോയുടെ ഹൃദയത്തിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാൻ ഒരു വ്യത്യാസം വയ്ക്കും. അപ്പൊ എന്താണ് ഒരു വ്യത്യാസം? നിന്റെ ജനത്തിനും എന്റെ ജനത്തിനും ഒരു വ്യത്യാസം വയ്ക്കും. അപ്പൊ അത് വിടുതലിന്റെ കരമായിരിക്കാം വ്യത്യാസം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ വിടുതലിന്റെ കരം എന്താണ്? ഇസ്രായേൽ ജനത്തോടൊപ്പം മിസ്രയീം ജനത്തോടൊപ്പം എന്താണ് വരാൻ പോകുന്നത്? വാളുമായിരിക്കാം എന്നുള്ള സത്യമായിരിക്കാം അവിടെ വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ദൈവത്തിനായി നിൽക്കുന്ന ഏതൊരു, അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ, സൃഷ്ടാവിനെ അനുസരിക്കുന്ന സൃഷ്ടിയായി മാറുവാൻ മനുഷ്യൻ തയ്യാറായില്ല എങ്കിൽ എന്താണ്? അതിന്റെ കാഠിന്യം അവൻ അനുഭവിക്കേണ്ടതായി വരും. അതാണ് ഫറവോയ്ക്ക്
എത്ര കാര്യം കണ്ടിട്ടും അയാളുടെ ഹൃദയം എന്ത് ചെയ്തു? കഠിനമാക്കിക്കൊണ്ടേയിരുന്നു. അപ്പൊ പല ആളുകളും പ്രസംഗിക്കുന്നത് പോലെ യഹോവയായ ദൈവം ക്രൂരത ചെയ്തു എന്ന് പറയാൻ നമുക്ക് ഒക്കുമോ? ഇല്ല. അവൻ വിടുതലിന്റെ കരമയക്കുന്ന ദൈവമാണ്. കാരണം വിടുതലിന്റെ കരത്തിൽ അതിനെ മനസ്സിലാക്കുവാൻ കഴിയാതെ അതിനെതിരായി പ്രതിരോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ക്രൂരതയായി വന്നു ഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പ്രിയ സഹോദരങ്ങളെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ തരുണത്തില്. അല്ലെ? എന്റെ അടുത്ത വാക്യത്തിലേക്കാണ്, നാളെ ഈ അടയാളം ഉണ്ടാകും. അല്ലെ? അടയാളം, വിടുതലിന്റെ കരം എന്ന അടയാളം ഉണ്ടാകും. 24-ാമത്തെ വാക്യത്തിൽ യഹോവ അങ്ങനെ തന്നെ ചെയ്തു. അനവധി നായീച്ച ഫറവോന്റെ അരമനയിലും അവന്റെ ഭൃത്യന്മാർ വീടുകളിലും മിസ്രയീം ദേശത്ത് എല്ലായിടും വന്നു. നായീച്ച ദേശം നശിച്ചു. മിസ്രയീം ദേശം നശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ഈ ഇസ്രായേലിന്റെ നന്മ നഷ്ടപ്പെടുമ്പോഴാണല്ലോ മിസ്രയീമിലേക്ക് ആളുകൾ കുടിയേറുന്നത്. അല്ലെ? അങ്ങനെയായിരുന്നു പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നത്. അല്ലെ? യോസഫിന്റെ കാലത്ത് അവിടേക്ക് മാറുവാനുള്ള കാരണം എന്താണ്? ഇസ്രായേൽ ദേശത്ത് ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായപ്പോഴാണ് മിസ്രൈമിലേക്ക് ആളുകൾ പലായനം ചെയ്തത്. അപ്പൊ അവിടെ സ്ഥിരമായിട്ട് ഒന്നുമില്ല. മിസ്രൈമിയർക്ക് നൈൽ നദി ഒക്കെ ഉണ്ട്. അപ്പൊ ആ നദിയൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ വെള്ളത്തിനൊന്നും ക്ഷാമമില്ല. ഇസ്രായേലില് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുമെന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷെ മിസ്രൈമിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ കാലത്തും സമൃദ്ധി അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു നാടാണെങ്കിലും എന്താണ്, ഇപ്പോഴത് നാശത്തിന്റെ വക്കിലേക്ക് കിടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അല്ലെ? അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ആ നാടിന്റെ നാശം വന്ന് തുടങ്ങി എന്നുള്ളതാണ്. നായീച്ചിയാൽ ദേശം നശിച്ചു എന്ന് പറയുമ്പോൾ ആ നാട് നാശത്തിലേക്ക് പോവുകയാണ്. ഇസ്രായേലിന് വിടുതലിന്റെ കരം വെളിപ്പെടുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിടുതലിന്റെ കരം ദൈവം നിശ്ചയമായി അയക്കുക തന്നെ ചെയ്യും. അവൻ നല്ലവനായ ദൈവമാണ്. അവൻ നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളോട് മനസ്സലിവുള്ള ദൈവമാണ്. അവൻ അയക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം, വിടുതലിന്റെ കരം നമുക്കായി അയക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് എന്ന് ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. അപ്പൊ എന്താണ്, അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 25-ാമത്തെ വാക്യത്തിൽ പുറപ്പാട് പുസ്തകം 8:25 പറയുകയാണ്, അപ്പോൾ ഫറവോൻ മോശെയും അഹരോനെയും വിളിച്ചു, നിങ്ങൾ പോയി മോശെ അങ്ങനെ ചെയ്തുകൂടാ. മിസ്രയീമ്യർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ. മിസ്രയീമ്യർക്ക് അറപ്പായുള്ളത് അവർ കാണുകെ ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലയോ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് മോശെ എന്താണ്, അങ്ങനെ ചെയ്തുകൂടാ. അല്ലേ? അപ്പൊ ഫറവോൻ മോശെയും അഹരോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്തിന് നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു. അതിന് മോശെ അങ്ങനെ ചെയ്തുകൂടാ. മിസ്രയീമ്യർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ. മിസ്രയീമ്യർക്ക് അറപ്പായത് അവർ കാണുകെ ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലയോ. അപ്പോ അവിടുത്തെ വിശ്വാസം വേറെ, അല്ലേ? യഹോവയായ ദൈവവുമായുള്ള വിശ്വാസമല്ല മിസ്രയീമിൽ നടക്കുന്നത്. മിസ്രയീമിൽ പല ജാതികളെയും പല ദേവന്മാരെയും ആരാധിക്കുന്ന ഒരു സ്ഥലമായിരുന്നു മിസ്രയീമിയർ എന്ന് പറയുന്നത്. അപ്പൊ മിസ്രയീമിയർക്ക് യഹോവയ്ക്ക് ആരാധന കഴിക്കുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അതെ. അപ്പോൾ യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം, അതിദൂരത്തു മാത്രം പോകരുത്. അപ്പൊ അതാണ്, കല്ലെറിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ യാഗമൊക്കെ കാണുമ്പോൾ അപ്പൊ അവർക്കൊരു ചിന്തയുണ്ട്, എന്താണ്, അവരുടെ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്താണ്, യഹോവയ്ക്ക് യാഗം കഴിക്കുന്ന കാണുമ്പോൾ കല്ലെറിയാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പൊ 27-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ 3 ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, മരുഭൂമി വഴി യാഗം കഴിക്കാം എന്നുള്ള കാര്യമാണ് പിന്നീട് പറയുന്നത്. അപ്പൊ ഫറവോയുടെ ഹൃദയം
വീണ്ടും അനുമതി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് അവസാനത്തെ അനുമതിയാണോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം അവൻ ഓരോ പ്രാവശ്യവും അവൻ പറയുമ്പോഴും, കാരണം അവൻ ജനത്തെ അയക്കാമെന്ന് പറയുമ്പോൾ അടുത്ത നിമിഷം തന്നെ അവന്റെ ഹൃദയം എന്താകുന്നു? കഠിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്, കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. 28-ാമത്തെ വാക്യത്തിലേക്ക്, അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടത് നിങ്ങളെ വിട്ടയക്കാം, അതിദൂരത്ത് മാത്രം പോകരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പൊ അവിടെയും പറയുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ എന്താണ് സത്യമായത്? ചിലതൊക്കെ ഫറവോൻ എന്ത് ചെയ്തു? മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫറവോൻ പറയുന്നത് എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം, ജനത്തെ അയച്ചു തരാം, എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. അപ്പൊ എന്താണ് ഇതെല്ലാം പറഞ്ഞു വെച്ചാൽ അതിന് മോശ പറയുകയാണ്, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിക്കും, നാളെ നായിച്ച ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ടു നീങ്ങിപ്പോകും. എങ്കിൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജനങ്ങളെ വിട്ടയക്കാതിരുന്നാൽ ഫറവോൻ ഇനി ചതിവ് ചെയ്യരുതെന്ന് ഫറവോൻ ഇനി ചതിവ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ജനത്തെ വിട്ടയക്കാനായിട്ട് അവന്റെ ഹൃദയം വീണ്ടും കഠിനമാകുമെന്ന് മോശയ്ക്കറിയാം. കഴിഞ്ഞ 2-3 പ്രാവശ്യവും ഇതേ കാര്യം തന്നെ ആര് ചെയ്തു? ഫറവോൻ ചെയ്തത് കൊണ്ട് മോശയ്ക്ക് എന്താണ് സംശയമുണ്ട് ഫറവോന്റെ കാര്യത്തിൽ. ഫറവോൻ എപ്പോഴാണ് തന്റെ പ്ലേറ്റ് മാറ്റുക, അല്ലെങ്കിൽ തന്റെ വാക്ക് മാറ്റിക്കളയുക എന്ന് സംശയമുള്ളത് കൊണ്ട് മോശ പറയുകയാണ്, നിന്റെ ഹൃദയം, അല്ലെങ്കിൽ നീ ഇനി ചതിവ് പ്രയോഗിക്കരുതെന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യ വാക്യത്തിൽ അങ്ങനെ മോശ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു. നായീച്ച ഒന്നുപോലും ശേഷിക്കാതെ ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോയി. അല്ലേ? അപ്പോൾ മോശയെ സംബന്ധിച്ചിടത്തോളം മോശ ഒരു പ്രാർത്ഥന വീരൻ കൂടിയായിരുന്നു. എപ്പോഴും പ്രാർത്ഥന മനോഭാവം അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അയാളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മോശ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലെ? ആ പ്രാർത്ഥന അവന് വിജയമായി ദൈവം, അല്ലെ, അവന്റെ ജീവിതത്തിൽ ഒരു വിജയമായിട്ട് ആ പ്രാർത്ഥന മാറി എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മോശ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു. നായിച്ച ഒന്നുപോലും ശേഷിക്കാതെ ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോയി എന്ന് അവിടെ കാണുന്നു. അപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്? ജനത്തെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ചിലത് നീങ്ങിപ്പോകണമെങ്കിൽ, അല്ലെ, പ്രാർത്ഥനയും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധികൾ നീങ്ങിപ്പോവുകയില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചതുപോലെ കർത്താവിലുള്ള വിശ്വാസവും പ്രാർത്ഥനയും അല്ലാതെ ഒരു പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ഈ പ്രതികൂലങ്ങൾ എന്തേ മാറാത്തത്? ഈ പ്രതിസന്ധികൾ എന്തേ മാറാത്തതെന്ന് പല ആളുകളും പലപ്പോഴായി പല ആളുകളും നിങ്ങളെ തന്നെ ശോധന ചെയ്ത് ചോദിക്കാറുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താണ് ഈ പ്രതികൂലങ്ങൾ മാറാത്തത്, ഈ പ്രതിസന്ധികൾ എന്തേ മാറാത്തത്? പ്രാർത്ഥനയിലും കർത്താവിലുള്ള വിശ്വാസത്താലും അല്ലാതെ ഈ വ്യാധിയൊന്നും എന്ത് ചെയ്യത്തില്ല, മാറുകയല്ല. അപ്പൊ കർത്താവിലുള്ള വിശ്വാസവും അവന്റെ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്ന ദൈവ പൈതലിനെ വിടുവിക്കുവാൻ അവന്റെ കരം എന്നും കൂടെ തന്നെയുണ്ട്. അത് നിശ്ചയമായും ഓരോരപ്പാണ്, അല്ലെ? ആ വിശ്വാസം എന്നും നമ്മൾ മുറുകെ പിടിച്ചാൽ, കർത്താവിൽ തന്നെ ആശ്രയിച്ചു പോയാൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് അവിടെ നിന്നെല്ലാം നയിച്ച് ഒന്നുപോലും ശേഷിക്കാതെ ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് എന്ത് ചെയ്തു? നീ പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 32-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ഫറവോൻ ഈ പ്രാവശ്യം തന്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഫറവോ വീണ്ടും എന്ത് ചെയ്യാണ്? ചതിയനായി മാറുകയാണ്. ഈ പ്രാവശ്യം മോശ വിളിച്ചത് എന്താണ്? ചതിക്കരുതെന്ന് പറഞ്ഞിട്ട് തീർച്ചയായും അവിടെ ചതിച്ചു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഫറവോൻ അവന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അവന്റെ എന്താണ് അത് മാറ്റി എന്ന് പറയുമ്പോഴത്തേക്കും മോശയും ഫറവോനെയും വീണ്ടും അവൻ പറ്റിച്ചു എന്നുള്ള രീതിയിലാണ് അവന്റെ നിപ്പും അവന്റെ ആ ഒരു കഠിനതയും അവിടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ കണ്ട് അവന്റെ ഹൃദയത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൻ ഇവരെ എന്ത് ചെയ്യാണ്? കളിയാക്കുകയാണ്. അല്ലെ? നമ്മള്
പ്രധാനമായിട്ടും മനുഷ്യൻ എന്താണ് വീഴ്ച സംഭവിച്ചത്, അല്ലെങ്കിൽ മനുഷ്യന്റെ പാപപ്രകൃതിയിലുള്ള ദുഷ്ടാറ്റം ഫറവോൻ എന്ത് ചെയ്യാൻ തുടങ്ങി, കാണിക്കുവാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, റോമർ 1:21 നമ്മൾ വായിക്കുകയാണ്. 21-ാമത്തെ വാക്യത്തിൽ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം എന്ത് ചെയ്തു, ഇരുണ്ടുപോയി എന്ന് അവിടെ കാണുന്നു. അപ്പൊ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം? അത് അവിടെ നമ്മൾ കാണുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യവർഗത്തിന്റെ ചരിത്രവും അവരുടെ ഇടയിൽ വിഗ്രഹാരാധനയും കടന്നു വന്നു എന്നാണ് പുസ്തകം പറയുന്നത്. അപ്പൊ ആദ്യം മനുഷ്യരെന്താണ്, പ്രപഞ്ച സൃഷ്ടാവായി ഏക സത്യ ദൈവത്തെ എന്ത് ചെയ്തു, അറിഞ്ഞിരുന്നു. എന്നാൽ ശ്രേഷ്ഠമായ ഈ പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് അവകാശങ്ങൾക്കും അവർ ദൈവത്തോട് നന്ദിയുള്ളവരായിരുന്നില്ല. കൂടാതെ അവരെ സൃഷ്ടിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം എന്താണ്? ദൈവത്തിന്റെ മഹത്വവും ബഹുമാനവും അർപ്പിക്കുക. അത് അവർ നിവർത്തിച്ചതുമല്ല. നന്ദി ഭാവത്തോടുള്ള ബന്ധത്തിൽ നന്ദി ഭാവം പോലും എന്ത് ചെയ്തില്ല, ദൈവത്തോട് കാണിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, സൃഷ്ടി മനസ്സിലാക്കുമ്പോഴാണ് അവന്റെ വിജയം എന്ന് പറയുന്നത്, അല്ലെ? സൃഷ്ടാവിനെ മനസ്സിലാക്കണം. സൃഷ്ടാവിന്റെ ആ സ്നേഹത്തെക്കുറിച്ച്, ആ വിടുതലിന്റെ കരത്തെക്കുറിച്ച് അവൻ ബോധവാനാകുമ്പോൾ ദൈവം അവനെ തീർച്ചയായും വിടുവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ, അല്ലെ? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 6 മുതൽ 7, 8 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 6-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. 7-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നതുമില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എഴുതിയിരിക്കുകയാണ് 9, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്ര. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എന്താണ്, ദൈവത്തിന്റെ ആത്മാവ് ഫറവോയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവന്റെ ഹൃദയം എന്ത് ചെയ്യുന്നത്, കഠിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവന് ജഡസ്വഭാവം അവനിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഹൃദയം വീണ്ടും വീണ്ടും കഠിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്താണ്? അവൻ എന്ത് ചെയ്യുന്നു, ഹൃദയത്തെ കഠിനമാക്കുന്നതിന് കാരണം എന്താണ്? അവനിൽ ജഡത്തിന്റെ സ്വഭാവം നിലനിൽക്കുന്നു. ജഡത്തിന്റെ സ്വഭാവത്തിന് പ്രാധാന്യം കൂടുതലായി നൽകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമില്ല. അതാണ് ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് അതെന്ത് ചെയ്യുന്നില്ല, കീഴ്പ്പെടുന്നില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്ന, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവുള്ളതല്ല. അതായത് യഹോവയായ ദൈവം ക്രൂരനായത് കൊണ്ടാണോ? അല്ല, അവന്റെ ഉള്ളിലുള്ള ജഡസ്വഭാവം ദൈവത്തിന് കീഴടങ്ങിയിരിക്കുവാൻ, അല്ലെങ്കിൽ കീഴ്പ്പെടുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ അറിഞ്ഞിട്ട് ആ ദൈവത്തെ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ആ ദൈവത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കഴിയാത്തതിന് പ്രധാനമായ കാര്യം എന്താണ്? അവനിൽ ജഡത്തിന്റെ അല്ലെങ്കിൽ അതിൽ പാപത്തിന്റെ സ്വഭാവം
അവനിൽ എന്ത് ചെയ്യുന്നു? ഏറി നിൽക്കുന്നു, അല്ലെ? ദൈവിക കൃപകളെക്കാൾ അവനിൽ ഏറി നിൽക്കുന്ന എന്താണ്? അവനിൽ ജഡത്തിന്റെ സ്വഭാവം ഏറി നിൽക്കുന്നു, അല്ലെങ്കിൽ പാപ സ്വഭാവം അവനിൽ ഏറി നിൽക്കുന്നത് കൊണ്ട് അവന് ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് സത്യം എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. അപ്പൊ എന്താണ്? യഹോവ പിന്നെയും മോശയോട് കൽപ്പിക്കുകയാണ്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ എന്ത് ചെയ്യണം? വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ എന്താണ്? യഹോവയുടെ കൈ കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിന്നുള്ള മൃഗത്തിന്മേലും വരും, അതികഠിനമായ വ്യാധി ഉണ്ടാകും എന്ന് അവിടെ രേഖപ്പെടുത്തിയത്. അപ്പൊ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്താണ്? നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്നാൽ, എബ്രായരുടെ ദൈവമായ ഈ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ എന്ത് ചെയ്യണം? വിട്ടയക്കണം, അല്ലെ? വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ എന്ത് ചെയ്യും? വയലിൽ നിനക്കുള്ള മൃഗത്തിന്മേലും മൃഗങ്ങളുടെ മേലും വരും, അതികഠിനമായ വ്യാധി ഉണ്ടാവും. യഹോവ ഇസ്രായേലിന്റെ മൃഗങ്ങൾക്കും മിസ്രയീമിലെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും. ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകുകയില്ല. നാളെ യഹോവ ഇക്കാര്യം ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പൊ എന്താണ്? യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത് എന്താണ്? നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗത്തിന്മേലും ഒരു അതികഠിനമായ വ്യാധി ഉണ്ടാവും. ഇതൊക്കെ ഈ മൃഗങ്ങളെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുതിര, കഴുത, ഒട്ടകം എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്തെ സമ്പത്താണ്, അല്ലെ? അന്ന് അത്രയും കന്നുകാലികൾ, അല്ലെ? അബ്രഹാമിന് കന്നുകാലികളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ഇസ്ഹാക്കിനും കന്നുകാലികളെ കുറിച്ച്, അപ്പൊ അതെല്ലാം ഒരു സമ്പത്താണ്. അവരുടെ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സമ്പത്താണ്. ആ സമ്പത്തിന്മേലാണ് ഇനി അടുത്ത ഉപദ്രവം കൊടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ വലിയൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? യഹോവ മിസ്രയീമിലെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വെക്കും. ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകുകയില്ല. അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഒരു വിടുതലിന്റെ കലം എന്താണ്? ഇസ്രായേൽ ജനത്തിന്റെ മേൽ അയക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇത് അതിന് ഉതകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. കർത്താവിന്റെ കൃപ വളരെ വലുതാണ്. ആ കൃപയിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ ദൈവം അവനെ വിടുവിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ അനുസരിച്ച് പോകുന്ന ദൈവ പൈതലിനെ ദൈവം മറയ്ക്കുക തന്നെ ചെയ്യും, സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ് എന്നുള്ളതാണ്, അല്ലെ? കാരണം വീണ്ടും അവന്റെ ഹൃദയം കഠിനമാക്കപ്പെട്ടു. അപ്പൊ അടുത്ത് ചെയ്യാൻ തോന്നുന്നത് അവന്റെ സമ്പത്തിനെ തൊടുക എന്നുള്ളതാണ്, അല്ലാതെ വേറെ നിവൃത്തിയില്ല. സമ്പത്തെ തൊടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വേദനയല്ലേ? അയ്യോ, എൻ്റെ അത്രയും സമ്പത്ത് പോയി എന്ന് പറയുമ്പോൾ തന്നെ പല ആളുകൾക്കും അത് വേദനാജനകമാണ്. അന്ന് പറയുമ്പോൾ പറവാൻ ഒരു തുള്ളിയെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ദൈവം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിനെ മനസ്സിലാക്കിക്കൊണ്ട് കിടന്നുപോയ ദൈവജനത്തിന് അതൊരനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വചനങ്ങളെല്ലാം അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന നല്ല നാഥ, ഞങ്ങളുടെ കഠിന ഹൃദയങ്ങളെ ഇവിടുന്ന് മാറ്റി അങ്ങേക്ക് വേണ്ടി പണിയുന്നവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൃപയാൽ ഞങ്ങളെ അതിന് സഹായിക്കണമേ, ഞങ്ങളെ അതിനു വേണ്ടി തയ്യാറാക്കണമേ. ഈ ദിവസങ്ങളിൽ
കർത്താവിന്റെ വേലകൾ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വേലപ്പെടുത്തണമേ. കർത്താവിൽ തന്നെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യം വിടുതലും എന്റെ കർത്താവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് അഡ്മിന്മാരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെയിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട് ഞാൻ സ്തോത്രം മാനമഹത്വം എടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ളതിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം.